ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 107. ഓം സമാത്മനേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 107. സമാത്മാ. സമമായ ആത്മാവുള്ളതുകൊണ്ട് ഭഗവാനെ സമാത്മാ എന്ന് പറയുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പ്രാണികളെയും ഒരേ രീതിയിലുള്ള കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ടാണ് ഭഗവാനെ സമമായ ആത്മാവുള്ളവൻ എന്ന് പറയുന്നത്. അണുവെന്നോ മഹത്തെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഇരുട്ടെന്നോ വെളിച്ചമെന്നോ സമൃദ്ധിയെന്നോ ക്ഷയമെന്നോ ജനനമെന്നോ മരണമെന്നോ മനുഷ്യനെന്നോ ദേവനെന്നോ അസുരനെന്നോ ഉള്ള ഭേദഭാവന ഭഗവാനില്ല. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു: സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ. അതായത്, ഞാൻ എല്ലാ ഭൂതങ്ങളിലും സമനാണ്. എനിക്ക് ദ്വേഷിക്കേണ്ടവനായും പ്രിയപ്പെട്ടവനായും ആരുമില്ല. സദാചാരിയെയും ദുരാചാരിയെയും തമ്മിൽ പോലും ഭഗവാൻ വേർതിരിക്കുന്നില്ല. അഭിചേത് സുദുരാചാരോ ഭജത്തെ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. അതായത്, ഏറ്റവും ദുരാചാരിയായാൽ പോലും അനന്യഭാക്കായി എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവനെ ശ്രേഷ്ഠനായി കരുതണം എന്ന് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. രാഗദ്വേഷാദി വികാരങ്ങൾ കൊണ്ട് ചഞ്ചലമാകാത്ത സ്ഥിരബുദ്ധിയുള്ളവനായതുകൊണ്ടും ഭഗവാനെ സമാത്മാ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ.